ഞാൻ ഈ ചോറിൽ നമ്മുടെ മീൻ കറി ഒഴിച്ച് കാണിച്ചേ. കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീൻ ഭയങ്കര സൂക്ഷിക്കണം എടുക്കാൻ നേരത്ത്. ഓക്കെ, നല്ല അരപ്പാണ് ഇതിൻ്റെ. ഈ മീനും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ചേമ്പ്, ഈ മീനിലെ ചേമ്പും ഇതിനകത്തൊക്കെ മുനിയൊക്കെ ഇടുന്നില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറി. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഞാൻ ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് ഇത് കിളിമീനാണ്. കിളിമീനും മഞ്ഞക്കോരി എന്നൊക്കെ പറയാം. 1 കിലോ കിളിമീൻ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 കഷ്ണം ചെറിയ ചേമ്പില്ലേ, കുഞ്ഞു ചേമ്പ്, വലിയ വെട്ടിയേമ്പല്ല, കുഞ്ഞു ചേമ്പ്, അതിൻ്റെ വലുത്. കുഞ്ഞു ചേമ്പിൻ്റെ വലിയ കഷ്ണം ഇതെടുത്ത് 4 കഷ്ണമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യമേ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാർ ഇങ്ങോട്ട് എടുക്കാം. ഇതിനകത്ത് നോക്കി ചെറിയൊരു മുറി തേങ്ങ, അത് ചെറിയത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി, നമ്മളെ സാമ്പാർ ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ അരപ്പ് നല്ല പോലെ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഇങ്ങോട്ട് വെക്കാം. ഇതിനകത്ത് ഇപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, അതിങ്ങോട്ട് ഒഴിക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒഴിക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. മീനിന് വെള്ളം വേണ്ടേ, ഇതൊക്കെ വേവണ്ടേ. വെള്ളം ഇതും പോരെ, കുറച്ചുകൂടെ ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കേ. നോക്കിയേ, ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ഇനി ഇതിനകത്ത് വലിയൊരു തക്കാളി അരിഞ്ഞതേ, അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ ഇഞ്ചി, അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, അത് ഇട്ട് കൊടുത്തേ. ഇതിനാവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 4-5 കുടംപുളി, അത് തിളപ്പിച്ച് നല്ല കുറുക്കി വെച്ചേക്കുന്ന നീരാണ് ഇത്. ഞാൻ ഇതിനകത്ത് കഷ്ണം ഇട്ട് കൊടുക്കുന്നില്ല, പുളിയുടെ നീര് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ. കാര്യം ഭയങ്കര പുളിയാവും. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. കവർ ചെയ്ത് കൊടുക്കാം. ഈ
ഈ അരപ്പൊന്ന് തിളച്ച് കിട്ടും. നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളച്ചൊന്നൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നല്ല മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മീനില്ലേ അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാര്യം ഇപ്പം നമുക്ക് തവിയിട്ട് ഇളക്കാം. പിന്നെ തവി ഇതിനകത്ത് തൊടാൻ പറ്റത്തില്ല. കാര്യം ഈ കിളിമീൻ പെട്ടെന്ന് പൊടിയും. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പം തീ മാക്സിമത്തിൽ കിടക്കുകയാണ്. ഇത് നല്ല തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ ചേമ്പിട്ട് കൊടുക്കാം. കാര്യം എൻ്റെ ഈ ചേമ്പിൽ നല്ല വേവില്ലാത്ത ചേമ്പാണ്. അന്നേരം അല്ലെങ്കിൽ അത് കുഴഞ്ഞ അരപ്പൊക്കെ ഒരുമാതിരി കുഴവട വരും. അതുകൊണ്ട് നല്ല വേവട്ടെ. മീൻ വെന്ത് കഴിയട്ടെ. വെന്ത് കഴിച്ചിട്ട് നമുക്ക് ചേമ്പിട്ട് കൊടുക്കാം. അപ്പം മീൻ തിളച്ച് വേവട്ടെ. നമ്മുടെ മീൻ കറി നോക്കേ. ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം മീഡിയത്തിൽ കിടക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ചേമ്പില്ലേ അതിട്ട് കൊടുക്കാം. അത് ഇടണ്ട, ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ മീഡിയത്തിൽ തന്നെ കിടക്കുകയാണേ. ഒന്ന് റെഡിയാകട്ടെ. നമ്മുടെ ഫിഷ് കറി നോക്കാം. ഏകദേശം ഒരു 6 മിനിറ്റോളം ആയേ. ആദ്യം ഒരു 4 മിനിറ്റ് ഞാൻ മീൻ വേവിച്ചിട്ടാണ് പിന്നെ നമ്മുടെ കിഴങ്ങിട്ട് കൊടുത്തില്ലേ, ചെറിയ കിഴങ്ങ്, കിഴങ്ങല്ല ചെറു ചേമ്പ്. അപ്പോൾ അത് ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞേ ഞാൻ ഒന്ന് നോക്കാം ചേമ്പ് വെന്തിട്ടുണ്ടോ എന്ന്. ഇത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട. ഓക്കെ, നല്ല വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റായി മീൻ, നല്ല രുചിയായി മീൻ കഴിക്കാൻ, നല്ല സ്വാദ്. ഇനി ഇതിനകത്ത് ഒരു 6 പച്ചമുളക് 2ആയിട്ട് പിളർന്നതേ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് രണ്ട് മൂന്ന് കറിവേപ്പില ഒന്നിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ട് കുറച്ച് ചോറിനകത്തിട്ട് ഒഴിച്ച് കാണിച്ചേ. നമ്മളെ മീൻ കറി നോക്കിയാലോ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയി. കാര്യം ഉച്ചയ്ക്ക് 1:30 മണി കഴിഞ്ഞു. ചോറുണ്ടേ ഒന്ന് ചുറ്റി കൊടുക്കേ. നല്ല മണം. ഇനി ഞാനിതിൽ കുറച്ച് ചോറിനകത്ത് ഒഴിച്ച് കാണിച്ചതേ. ഞാൻ ഈ ചോറിൽ നമ്മുടെ മീൻ കറി ഒഴിച്ച് കാണിച്ചതേ. കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീൻ ഭയങ്കര സൂക്ഷിക്കണം എടുക്കാൻ നേരത്ത്. ഓക്കെ, നല്ല അരപ്പാണ് ഇതിൻ്റെ. ഈ മീനും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ചേമ്പ്, ഈ മീനിലെ ചേമ്പും ഇതിനകത്തൊക്കെ മുരിങ്ങയ്ക്ക ഇടുന്നില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറി. ഇത് ടേസ്റ്റാന്ന് പറയാം ഇതിൻ്റെ അരപ്പ്. ഇതൊന്നും വേറൊരു കറിയും നമുക്ക് വേണ്ട. എന്തെങ്കിലും ഒരു നുള്ളി കൂട്ടാൻ വല്ല തോരനോ അതൊന്നും വേണമെന്നില്ല ഇത് ഉള്ളപ്പം. നല്ല
അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.